ഹായ്, നിങ്ങൾ ഡോപ്പയുടെ വൺ ഷോട്ട് കൺസെപ്റ്റൽ സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നീറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള മോഡൽ MCQs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മതിയാവും. ഹലോ ഡിയേഴ്സ്, സോ വെൽക്കം ടു ഡോപ്പ ഹൈ യീൽഡിംഗ് കോൺസെപ്റ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നുള്ള ചാപ്റ്ററിലെ കാർഡിയാക് സൈക്കിൾ, അതിലെ ഈവൻസുകളാണ്. ഐ തിങ്ക് യു നോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ, ദ സീക്വൻസ് ഓഫ് ഈവൻസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ എ ഹാർട്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് വൺ ഹാർട്ട് ബീറ്റ് ടു ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ രണ്ട് ഹാർട്ട് ബീറ്റിൻ്റെ ഇടയിൽ ഹാർട്ടിൻ്റെ അകത്ത് എന്തൊക്കെ മെക്കാനിക്കൽ ഈവൻസുകൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാർഡിയാക് സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് യു നോ സിസ്റ്റോൾ, ഡയാസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ NCERT വലിയൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ആ ഒരു എൻറ്റയർ ഏരിയ ഡീകോഡ് ചെയ്തിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ 4 ഫിഗേഴ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം. എന്നിട്ട് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിത് പഠിക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് എ ഹൈ യീൽഡിംഗ് കോൺസെപ്റ്റ് വിച്ച് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ക്രാക്കിംഗ് ദ നീറ്റ് എക്സാം. നമുക്ക് നോക്കാം. കാർഡിയാക് സൈക്കിളിൽ ബേസിക്കലി ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയാസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതിൽ NCERT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. മെഡിക്കൽ ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കിലോട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ബ്രോഡർ ലെവലാണ് ഇത് പഠിക്കുക. പക്ഷേ ലെറ്റ്സ് സ്റ്റിക്ക് ഓൺ ടു ദ NCERT. ഓക്കെ, സോ നമ്മൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് കാർഡിയാക് സൈക്കിളിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർട്ടിൽ ഇമ്പൾസുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു, എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഐ തിങ്ക് യു നോ ദ ഹാർട്ടിൻ്റെ അകത്ത് ഇതിനുള്ള ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഹാർട്ടിനകത്ത് തന്നെയുണ്ട്. ഐ തിങ്ക് യു നോ. സോ നമ്മൾ ഹാർട്ടിനെ വരയ്ക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദ ബേസിക് നമ്മളൊരു ഹാർട്ടിൻ്റെ ഒരു 2D വ്യൂ ആണ്. ഇതിൽ ഹാർട്ടിനകത്ത് I think you know the nodal tissue of the heart, that is the pacemaker of the heart. Which is the pacemaker of the heart which is present in the right upper corner of the right atrium? Who is that? That is the SA node. അയാളെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കുക. അയാളെ സ്വന്തമായിട്ട് ഇങ്ങനെ എക്സൈറ്റ് ചെയ്തിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ ഇടുന്നു അല്ലേ. ആക്ഷൻ പൊട്ടൻഷ്യൽസ് എങ്ങോട്ടേക്ക് കൊടുക്കും? താഴെയുള്ള റൈറ്റ് ഏട്രിയത്തിൻ്റെ തന്നെ ലെഫ്റ്റ് ലോവർ കോർണറിലുള്ള SA നോഡ്, AV നോഡിലോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇമ്പൾസ് ഏതിലോട്ട് വന്നു? നമ്മുടെ SA നോഡിൽ നിന്ന് AV നോഡിലോട്ട് വന്നു. അങ്ങനെ ഈ ഇമ്പൾസ് പിന്നീട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ദിസ് ഇമ്പൾസ് വിൽ ഗെറ്റ് ആക്ച്വലി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബണ്ടിൽ ഓഫ് ഹിസ്. ഐ തിങ്ക് യു നോ ബണ്ടിൽ ഓഫ് ഹിസ് ഓർ AV ബണ്ടിൽ നമ്മൾ വിളിക്കുന്നു. ഈ ബണ്ടിൽ ഓഫ് ഹിസ് എന്ത് ചെയ്യും? നമ്മുടെ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റൻ്റെ മുകളിൽ നിന്ന് ദിസ് വിൽ ബി സ്പ്ലിറ്റിംഗ് ഇൻ ടു എ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആൻഡ് എ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. അങ്ങനെ 2 ബണ്ടിൽ ബ്രാഞ്ചുകൾ ഉണ്ടാവുന്നു. ദിസ് ബണ്ടിൽ ബ്രാഞ്ചസ് വിൽ be actually again splitting into or again making some branches like this along the ventricles, and this is called as Purkinje fibers. ഓക്കെ, സോ SA നോഡ് ഉണ്ടാക്കിയ ഇമ്പൾസ് AV നോഡിലോട്ട് പോകുന്നു. AV നോഡിലെ ബണ്ടിൽ ഓഫ് ഹിസ് വഴി 2 ബണ്ടിൽ ബ്രാഞ്ചസിലൂടെ Purkinje ഫൈബേഴ്സിലോട്ട് പോകുന്നു. സോ ദിസ് ഈസ് ദ കണ്ടക്ഷൻ ഓഫ് ദ ഇമ്പൾസ് അലോങ് ദ ഹാർട്ട്. ഇതിനനുസരിച്ച് എന്ത് നടക്കുമെന്ന് ചോദിച്ചാൽ, SA നോഡ് ഉണ്ടാക്കിയ ആ ഒരു പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഏട്രിയയും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മുടെ വെൻട്രിക്കിലോട്ട് കയറാണ് ചെയ്യുക. ഈ Purkinje ഫൈബേഴ്സിൻ്റെ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ കാരണമായിട്ട് നമ്മൾ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുക. വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് പോകുന്നത് ഐ തിങ്ക് യു നോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴിയാണ് പുറത്തേക്ക് പോവുക, ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴിയാണ് പുറത്തേക്ക് പോവുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബ്ലഡ് വെസൽസ് കൺസേണിങ് ഓർ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് വിത്ത് ഹാർട്ട് നമ്മൾ വേറൊരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കാർഡിയാക് സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഈവൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം 2 ഏട്രിയും കോൺട്രാക്ട് ചെയ്യുന്നു. ആ കോൺട്രാക്ഷന് നമ്മൾ ഏട്രിയൽ സിസ്റ്റോൾ എന്നാണ് വിളിക്കുക. അതിനുശേഷം കുറേ ബ്ലഡ് എവിടെ എത്തി? നമ്മുടെ വെൻട്രിക്കിളെത്തി. ഈ വെൻട്രിക്കിൾ അതിനുശേഷം കോൺട്രാക്ട് ചെയ്യുന്നു. അതിന് നമ്മൾ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്നാണ് വിളിക്കുക. അങ്ങനെ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നു. ഇനി 2 ആളുകളും ഒരുമിച്ച് റിലാക്സ് ചെയ്യുന്ന ഒരു ഫേസ് NCERT പറയുന്നുണ്ട്. അതിനെ നമ്മൾ ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ബേസിക്കലി ഈ ഈവൻസുകളാണ് ഹാർട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇത് ഓരോന്നിലും എന്തൊക്കെ ഈവൻസുകളാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതിന് മുന്നേ 1-2 ചോദ്യങ്ങൾ ഞാനിവിടെ വെക്കുകയാണ്. 2024 ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു നമ്മൾ SA നോഡ് AV നോഡൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. യു ക്യാൻ ആൻസർ ബൈ യുവർ സെൽഫ്. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. സോ നീറ്റ് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഇതും പോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ ഈവൻസ് ഓഫ് കാർഡിയാക് സൈക്കിൾ. ഈവൻസ് ഓഫ് കാർഡിയാക് സൈക്കിൾ വൃത്തിക്ക് അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. സോ വിതൗട്ട് വേസ്റ്റ്
wasting time, we are moving to the events of cardiac cycle. So മക്കളെ, events of cardiac cycle ലേക്ക് സത്യം പറഞ്ഞാൽ I have told you earlier, I will be converting this into 4 കോളംസ് ആണ്. 4 കോളംസിലോട്ട് നമ്മൾ മാറ്റുന്നു. ഐ തിങ്ക് യു നോ നമ്മളെ ഹ്യൂമൻ ഹാർട്ടിനെ നമുക്ക് ബേസിക്കലി ഒരു ഐ എം മേക്കിംഗ് ഇൻ ടു എ കോളം. സോ ദിസ് ഈസ് ദ ഈവൻറ്റ്സ് ഓഫ് കാർഡിയക് സൈക്കിൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹാർട്ട് ജോയിൻ്റ് ആസ്റ്റോൾ നമ്മൾ ഏട്രിയൽ സിസ്റ്റോൾ വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ 2 ഏട്രിയയും കോൺട്രാക്ട് ചെയ്യുന്നു. എടാ ഐ തിങ്ക് യു നോ ദിസ് ഈസ് ദ 4 ചേമ്പേഴ്സ്. ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ. ഹാർട്ടിൻ്റെ സിമ്പിൾ ഒരു ബോക്സിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഏട്രിയൽ സിസ്റ്റോളിൽ കാര്യം എന്ന് പറയുന്നത് ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു സിമ്പിളാണ് നമ്മൾ ഇങ്ങനെ സിഗ്സാഗ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് എവിടേക്ക് എത്തും? നമ്മൾ വെൻട്രിക്കിലോട്ട് എത്തും. അതിനുശേഷം നമ്മൾ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഐ തിങ്ക് യു നോ ഇവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിലൂടെ ബ്ലഡ് പുറത്തോട്ട് പോയിക്കോളും. ഓക്കെ, സോ ഇതിന് മുന്നേ നമുക്ക് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞൊരു ഫേസ് ഒക്കെ NCERT കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഐ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ദ ഏട്രിയൽ സിസ്റ്റോൾ. യുവർ NCERT ഹാസ് സ്റ്റാർട്ടഡ് ദിസ് വിത്ത് ദ ജോയിൻ്റ് ഡയസ്റ്റോൾ. അതിൻ്റെ ഒരു ലേറ്റ് ഫേസിലുള്ള ഇവൻറ്റ് വെച്ചിട്ടാണ്. സോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി സ്റ്റാർട്ടിങ് ദിസ് വിത്ത് ഏട്രിയൽ സിസ്റ്റോൾ. നമുക്കറിയാം ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഏട്രിയ രണ്ടും കോൺട്രാക്ട് ചെയ്തു. കണ്ടോ, ഏട്രിയ രണ്ടും കോൺട്രാക്ട് ചെയ്തു. ഏട്രിയ കോൺട്രാക്ട് ചെയ്ത സമയത്ത് ഇവിടെയുള്ള വാൽവുകൾ, ഐ തിങ്ക് യു നോ ദ വാൽവ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ റൈറ്റ് സൈഡ്, ദാറ്റ് ഈസ് ദ tricuspid valve, and the valve which is present here, that is the bicuspid valve. അങ്ങനെ ബ്ലഡ് എവിടേക്ക് വരുന്നു? ബ്ലഡ് എല്ലാം നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് വരുന്നു. വെൻട്രിക്കിൾസിലോട്ട് എത്തി. സിമ്പിൾ. ഓക്കെ, ബ്ലഡ് എല്ലാം എവിടെ എത്തി? വെൻട്രിക്കിളിലെത്തി. ഇനി എന്ത് സംഭവിക്കണം? ഇനി നമ്മൾ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യണം. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നു. കണ്ടോ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നു. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വിൽ ബി ഹാവിങ് എ ടെൻഡൻസി ടു റൈസ് അപ്വേർഡ്സ്. അതായത് മേലേക്ക് ബ്ലഡിന് കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വാൽവുകൾ AV വാൽവ് അഥവാ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഏത് വാൽവുകൾ അടയുന്നു? ഇവിടെയുള്ള നമ്മുടെ ട്രൈകസ്പിഡ് വാൽവും അതേപോലെ തന്നെ ബൈകസ്പിഡ് വാൽവും അവിടെ ക്ലോസ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ് അവിടെ ആദ്യം നടക്കുന്നത്. സി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സൗണ്ട് ഈസ് കാൾഡ് ആസ് ലബ് സൗണ്ട്. സോ ലബ് സൗണ്ട് ഈസ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ ലബ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ കാണിക്കുന്നു. ലബ് എന്ന് ഞാൻ അവിടെ കൊടുത്തു. ആൻഡ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇവർ ആദ്യം ക്ലോസ് ചെയ്തു, പക്ഷേ നമ്മൾ വെൻട്രിക്കിൾസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം അതിൻ്റെ അകത്തുള്ള പ്രഷർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദ ബ്ലഡ് ഹാസ് ടു എസ്കേപ്പ് ഔട്ടിലെ. ബ്ലഡിന് എന്ത് ചെയ്യണം? ബ്ലഡിന് പുറത്തേക്ക് പോകണം. ബ്ലഡിന് പുറത്തേക്ക് പോകാൻ ബേസിക്കലി ഇവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന വെസൽസ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഐ തിങ്ക് യു നോ നമ്മുടെ അയോട്ട അറൈസ് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്ന അയോട്ട ഇങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ പൾമണറി ആർട്ടറി ഇങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത്. But I am representing the aorta like this for easy understanding, and the pulmonary artery like this for easy understanding. Okay, so നമ്മുടെ pulmonary artery and aorta will be opening up. കണ്ടോ, നമ്മുടെ ഈ 2 വാൽവുകളും അവിടെ തുറക്കുകയാണ് മക്കളെ, അവിടെ തുറക്കുന്നു. അങ്ങനെ ഈ 2 വാൽവുകളും ഓപ്പൺ ചെയ്തു, കാരണം ബ്ലഡിന് പുറത്തോട്ട് പോകണ്ടേ. അങ്ങനെ ഈ ഈ 2 വാൽവുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാ? സെമി ലൂണാർ വാൽവുകൾ എന്നാണ്. ഈ സെമി ലൂണാർ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് എല്ലാം പുറത്തോട്ട് പോകുന്നു. ദാറ്റ് മീൻസ് ത്രൂ ദ അയോട്ട ആൻഡ് പൾമണറി ആർട്ടറി ബ്ലഡ് എല്ലാം പുറത്തോട്ട് പോകുന്നു. ഓക്കെ, ഇനി നടക്കുന്ന ഈവൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ബ്ലഡ് എല്ലാം പുറത്തു പോയി. ഇനി നമ്മുടെ ഹാർട്ട് രണ്ട് ചേമ്പേഴ്സും അഥവാ നമ്മുടെ ഏട്രിയയും വെൻട്രിക്കിളും ഒരേപോലെ റിലാക്സ് ചെയ്യുന്ന ഒരു ഫേസാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പോകുന്നത്. കേട്ടോ, 2 ചേമ്പേഴ്സും അല്ലെങ്കിൽ 4 ചേമ്പേഴ്സും ഓവറോൾ റിലാക്സ് ചെയ്യുന്ന ഫേസിനെയാണ് നമ്മൾ ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുക. അതിൻ്റെ തന്നെ ഏർലി ഫേസിൽ എന്താ നടക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. സോ എഗൈൻ ഐ എം സെയിങ് ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു NCERT ഓൺലി ഐ എം സെയിങ്. ഓക്കെ, സോ you have to understand ഇവിടെ ഉള്ള പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട, അതിൽ നിന്നുള്ള ബ്ലഡ് അതിൽ ഇവർ റിലാക്സ് ചെയ്യുന്നു. കേട്ടോ, ഈ 2 അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ടിടത്തും ലോ പ്രഷർ ആവുകയാണ് ചെയ്യുന്നത്. ഈ ലോ പ്രഷറിലോട്ട് ബ്ലഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. സോ ദർ വിൽ ബി എ ടെൻഡൻസി ഫോർ ദ ബ്ലഡ് ടു മൂവ് ബാക്ക്വേർഡ്. ഇതിലൂടെ എങ്ങോട്ടേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് ഹാസ് എ ടെൻഡൻസി ടു എൻ്റർ ഇൻസൈഡ് ദ വെൻട്രിക്കിൾസ്, ഇൻസൈഡ് ഈച്ച് വെൻട്രിക്കിൾസ്. അത് ഒഴിവാക്കാൻ അവിടെ നമ്മുടെ 2 വാൽവുകളും ക്ലോസ് ചെയ്യും. ദാറ്റ് മീൻസ് ദ സെമി ലൂണാർ വാൽവുകൾ ക്ലോസ് ചെയ്യുന്നു.
ചെയ്യുന്നു. ഈ സെമി ലുണാർ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുന്ന ഈ രണ്ട് വാൽവുകളും അടയുന്ന സമയത്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഡബ് സൗണ്ട്. ഓക്കെ, സോ ലബ് സൗണ്ട് ഈസ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് AV വാൽവ് അഥവാ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ആണെങ്കിൽ നമ്മുടെ ഡബ് സൗണ്ട് അഥവാ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് വാട്ട്, ക്ലോഷർ ഓഫ് ദ സെമി ലൂണാർ വാൽവ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആൾറെഡി ക്ലോസ്ഡ് ആണ്, ആൾറെഡി നമ്മുടെ ഇവിടെയുള്ള വാൽവ് ദാറ്റ് മീൻസ് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് ഇവിടെ ആൾറെഡി ക്ലോസ് ചെയ്തിരിക്കുന്നു. തൊട്ട് മുന്നത്തെ വെൻട്രിക്കുലർ സിസ്റ്റോൾ അത് ആൾറെഡി ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, മുകളിൽ നിന്ന് ബ്ലഡ് വരുന്നത് വീനക്കാവ് വഴിയാണ് ബ്ലഡ് വരുന്നത് നമുക്കറിയാം. ആൻഡ് ഇവിടുന്ന് ബ്ലഡ് വരുന്നത് പൾമണറി വെയിൻ വഴിയാണ് വരുന്നത് നമുക്കറിയാം. അങ്ങനെ അവിടുന്ന് ബ്ലഡ് വരുന്നു, ദാറ്റ് മീൻസ് ദ ഇൻ ടു ദ ലെഫ്റ്റ് ഏട്രിയ ആൻഡ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയ ബ്ലഡ് ഇങ്ങനെ വന്ന് നിറയുന്നുണ്ട്. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ വന്ന് നിറയുന്ന ഈ ബ്ലഡ് കാരണം ഈ രണ്ട് ഏട്രിയാസിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു ഫേസ് നമ്മൾ ഏതിലോട്ട് പോകുന്നു, നമ്മുടെ ജോയിൻറ്റ് ഡയസ്റ്റോൾ ഇങ്ങനെ തീരാൻ നേരം അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ ഒരു ലേറ്റ് ഫേസ് ആകുമ്പോഴത്തേക്കും ഈ ബ്ലഡ് എല്ലാം കൂടെ നമ്മുടെ ഏട്രിയാസിലോട്ട് വന്ന് നമ്മുടെ ഏട്രിയയിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള രണ്ട് വാൽവുകളും ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആവുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ. അതായത് ഒരിക്കലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എ കോമൺ മിസ്കൺസെപ്റ്റ് ഫോർ ദ സ്റ്റുഡൻസ്. നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ കാരണമുള്ള പ്രഷർ കാരണമാണ് ഇവർ രണ്ടുപേരും തുറന്നത് എന്ന് വിചാരം തെറ്റാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ വന്ന് ബ്ലഡ് വന്ന് നിറയുന്നത് കൊണ്ടുള്ള ആ പ്രഷർ കാരണമാണ് ഇവിടെയുള്ള ബൈകസ്പിഡ് വാൽവും ഇവിടെയുള്ള ട്രൈകസ്പിഡ് വാൽവും ഓപ്പൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് അല്ലേ. അങ്ങനെയാണ് ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മുടെ എവിടെ വന്ന് നിറയുന്നത്, നമ്മുടെ വെൻട്രിക്കിൾസിൽ വന്ന് നിറയുന്നത്. ആൻഡ് ഐ വിൽ ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു ആൻസർ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു മേ ബി ആൾറെഡി നോയിങ് ദിസ് കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. സോ ടോട്ടലി 4 ഫിഗേഴ്സ് നമുക്കുണ്ട്. ഇതിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, ജോയിൻറ്റ് ഡയസ്റ്റോൾ സമയത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മുടെ വെൻട്രിക്കിളിൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഏട്രിയൽ സിസ്റ്റോൾ സമയത്ത് നമ്മുടെ വെൻട്രിക്കിളിൽ ബ്ലഡ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ലെവലിലാണ്, അഥവാ ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ ഈ ഒരു ഫേസിലാണോ ഏട്രിയൽ സിസ്റ്റോളിൻ്റെ ഈ ഒരു ഫേസിലാണോ വെൻട്രിക്കിൾസിലേക്ക് കൂടുതൽ ബ്ലഡ് വരുന്നത് എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ യു സേ ദ ആൻസർ? NCERT ഹാസ് ഇൻഡയറക്ട്ലി സെഡ് ദിസ്. NCERT പറയുന്നത് ദിസ് ഈസ് ആൾസോ എ പോയിന്റ് ഓഫ് മിസ്കൺസെപ്ഷൻ. ഏട്രിയൽ സിസ്റ്റോളിലാണ് കൂടുതൽ ബ്ലഡ് വരിക എന്നാണ് നമ്മൾ വിചാരിക്കുക. ബട്ട് NCERT ഹാസ് സെഡ് ഓൺലി 30% വെൻട്രിക്കുലർ ഫില്ലിംഗ്. 30% ഓഫ് വെൻട്രിക്കുലർ ഫില്ലിംഗ് ആക്ച്വലി ടേക്സ് പ്ലേസ്. വെൻട്രിക്കുലർ ഫില്ലിംഗ് ഞാൻ കൊടുക്കുന്നു. വെൻട്രിക്കിൾസിൻ്റെ ടോട്ടൽ ബ്ലഡ് ഫില്ലിങ്ങിലെ 30% ബ്ലഡ് മാത്രമേ നമ്മുടെ ഏട്രിയൽ സിസ്റ്റോളിൽ സംഭവിക്കുന്നുള്ളൂ. ബാക്കി റിമൈനിങ് 70%ഉം സംഭവിച്ചത് നമ്മുടെ ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ ലേറ്റ് ഫേസ് ആണ്. അഥവാ നമ്മുടെ ഈ ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ സമയത്ത് നമ്മുടെ ഏട്രിയയിലോട്ട് ബ്ലഡ് വന്ന് നിറയുന്നു. അങ്ങനെ നിറഞ്ഞ ബ്ലഡ് അത് കാരണം ഒരു പ്രഷർ ഏട്രിയയിൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ പ്രഷർ കാരണം നമ്മുടെ രണ്ട് വാൽവുകളും അഥവാ നമ്മുടെ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെയാണ് ടോട്ടലി 70% ഓഫ് ബ്ലഡും നമ്മുടെ വെൻട്രിക്കിലോട്ട് ഫിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ആക്ച്വലി ദിസ് ഈസ് ദ ഹോൾ സൈക്കിൾ. സിംപ്ലി സെയിങ് ജോയിൻറ്റ് ഡയസ്റ്റോളിൽ നമ്മുടെ AV വാൽവ് അഥവാ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യാനുള്ള കാരണം ജോയിൻറ്റ് ഡയസ്റ്റോളിൽ ബ്ലഡ് വന്ന് നിറഞ്ഞതുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആൻഡ് നമ്മുടെ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യാനുണ്ടായ കാരണം വെൻട്രിക്കുലർ സിസ്റ്റോൾ സമയത്ത് ഇതിൻ്റെ അകത്തുള്ള പ്രഷർ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ബ്ലഡ് മേലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലോസ് ചെയ്ത് ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്ത്. ആൻഡ് സെമി ലൂണാർ വാൽവ് ഓപ്പൺ ചെയ്തത് നമ്മുടെ വെൻട്രിക്കിൾസിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിനെല്ലാം പുറത്തോട്ട് വിടാനാണ് നമ്മുടെ ഈ ഒരു സെമി lunar valve of the aorta and pulmonary artery open ചെയ്യുന്നത്. And you have to understand an important point. നമ്മുടെ സെമി lunar valve ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ ജോയിൻറ്റ് ഡയസ്റ്റോൾ ബ്ലഡ് എല്ലാം കൂടെ റിട്ടേൺ അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് ബ്ലഡ് എല്ലാം റിട്ടേൺ അടിക്കാതിരിക്കാനാണ് നമ്മുടെ സെമി lunar വാൽവുകൾ ക്ലോസ് ചെയ്യുന്നത്. മക്കളെ ഇത്രയേ ഉള്ളൂ ദ ഹോൾ ഈവൻറ്റ്സ് ഓഫ് ദ കാർഡിയാക് സൈക്കിൾ വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ NCERT ഇൻ എ ബിഗ് പാരഗ്രാഫ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി സിമ്പിൾ നൗ. So we are almost set to discuss the questions. Okay, so നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് നമുക്കറിയാം ഫസ്റ്റ് വൺ നമ്മുടെ essay നോടാണ്. സോ ഫസ്റ്റ് വൺ നമ്മുടെ essay നോട് വരുന്നു. ഫസ്റ്റ് വൺ essay നോട് എന്ന് പറയുമ്പോൾ ഇ അല്ലേ, ഈ രണ്ട് ഓപ്ഷനെ നമ്മൾ ഒഴിവാക്കി. ആൻഡ് സെക്കൻഡ് വൺ നമുക്കറിയാം സെക്കൻഡ് വൺ AV നോടാണ്. അപ്പോൾ EC എന്നാണ് വരിക. അപ്പോൾ തന്നെ ആൻസർ ഏകദേശം അതിൽ കൺഫേം ചെയ്യുക. മൂന്നാമത്തത് A ആണോ? AV ബണ്ടിൽ വരുന്നു. നാലാമത്തത് നമ്മുടെ ബണ്ടിൽ ബ്രാഞ്ച്
ബ്രാഞ്ചസ് വരുന്നു, ബണ്ടിൽ ബ്രാഞ്ചസ് വരുന്നു, ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പർക്കിൻജെ ഫൈബേഴ്സ്. ഏറ്റവും ലാസ്റ്റ് പർക്കിൻജെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആൻസർ ആയി സിംപിളി അല്ലേ. സോ ദാറ്റ് ഈസ് ദ ഓപ്ഷൻ 3 വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ഹൗ യു ഹാവ് ടു അപ്രോച്ച് ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് മക്കളെ, യെസ്, ദ ക്വസ്റ്റ്യൻ വിച്ച് ഐ ഹാവ് ഇനീഷ്യലി ഷോൺ യു, can anyone answer? Yeah, someone have already answered. I think you know the basic thing. First, which of the following is correct എന്നാണ് ഇൻസൈഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ദ atrioventricular node അഥവാ AV node generates an action potential to stimulate atrial contraction. ഒരിക്കലുമല്ല, SI നോഡാണ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ഡ്യൂ ടു ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സൈമൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ. പലപ്പോഴും നമ്മൾ തെറ്റിക്കാവുന്ന ഒരു പർട്ടിക്കുലർ സംഗതിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ദിസ് ഇസ് എ ഫോൾസ് തിങ്. ഹൗ ദിസ് ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ആർ ഓപ്പണിംഗ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് വിച്ച് ഈസ് എംപ്റ്റീഡ് ഇൻ ടു ദ ഏട്രിയ. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജോയിൻ്റ് ഡയസ്റ്റോളിൻ്റെ ഒരു ലേറ്റ് ഫേസിലൊക്കെയാണ് നമ്മുടെ AV വാൽവ് അഥവാ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നെവർ ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ, but it is in the joint diastole phase due to the pressure exerted by the blood in the atria due to the filling of the blood from the vena cava and pulmonary vein എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ദാറ്റ് ഈസ് false. Next option 3 നോക്കൂ, blood moves freely from atrium to ventricle during joint diastole. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നമ്മുടെ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ ഒരു ലേറ്റ് ഫേസിൽ നമ്മുടെ ഈ രണ്ട് വാൽവുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് എല്ലാം കൂടെ ഫ്രീ ആയിട്ടല്ലേ 70% ഓഫ് ബ്ലഡും അങ്ങനെ ഫ്രീ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് പെർഫെക്റ്റ് കറക്റ്റ് ആൻസർ. ഇൻക്രീസ്ഡ് വെൻട്രിക്കുലർ പ്രഷർ കോസസ് ക്ലോസിംഗ് ഓഫ് സെമിലൂണർ വാൽവ്. ഒരിക്കലുമല്ല, വെൻട്രിക്കിളിൻ്റെ പ്രഷർ കൂടി. എപ്പോൾ കൂടി? നമ്മുടെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള പ്രഷർ കൂടി. ആ പ്രഷർ കൂടുന്ന സമയത്ത് സെമിലൂണർ വാൽവുകൾക്ക് എന്താ സംഭവിക്കുക? സെമിലൂണർ വാൽവുകൾക്ക് ഓപ്പണിംഗ് ആണ് സംഭവിക്കുക അല്ലേ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് എല്ലാം കൂടെ പുറത്തോട്ട് ലീഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് അഗെയിൻ എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ്, ഓർ ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ മക്കളെ. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഈവൻറ്റ്സ് ഓഫ് കാർഡിയാക് സൈക്കിൾ ആണ്. നിങ്ങൾ ഒന്നുകൂടെ ഈ ടോപ്പിക്ക് ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ പിറകിലോട്ട് പോയിട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നീറ്റ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ HYC സീരീസ്. സോ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് വെരി വെൽ. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഗൈഡ് ബുക്കുകളിൽ നിന്നോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നോ കണ്ടെത്തി സോൾവ് ചെയ്ത് നോക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർക്കുക, ഈ 2-3 ചോദ്യം കാണാതെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് നീറ്റിന് ഉപകാരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ മോഡലിലുള്ള പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു 1 ഷോട്ട് കൺസെപ്ച്വൽ സീരീസ് എന്നുള്ള ഈ ഒരു സീരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിനെ എൻഗേജ് ചെയ്യുന്നു, എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു, എത്ര അധികം ആളുകൾ ഇത് വ്യൂ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫ്യൂച്ചറിൽ വേണ്ട കൺസെപ്റ്റുകളും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. പരമാവധി ആളുകൾ വരുന്നതോടുകൂടി കൂടുതൽ കൺസെപ്റ്റുവൽ വീഡിയോസ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.